നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിർമ്മാണ സേവന മേഖലകളിൽ തളർച്ചയിൽ ആഗോള മത്സരവും ഓർഡറുകളിലെ ഇടിവും വെല്ലുവിളിയെന്ന് HSBC ഇന്ത്യ. ഇന്ത്യ യൂറോപ്പ് യൂണിയൻ വ്യാപാര ചർച്ചകളുടെ 14ാം റൗണ്ട് ആരംഭിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയോടെ കരാറുകളിൽ ധാരണയുണ്ടാവുമെന്ന് പ്രതീക്ഷ. ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ പ്രധാന വളർച്ചാ മേഖല കയറ്റുമതിയെന്ന് ഗോൾഡ്മാൻ സാക്സ്. 100-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ട്. ഇന്ത്യ ഖത്തർ വ്യാപാര ചർച്ചകൾക്കായി പീയൂഷ് ഗോയൽ ദോഹയിൽ. പങ്കാളിത്ത കരാറിലെ പരിഗണനാ വിഷയങ്ങളിൽ ധാരണയ്ക്ക് സാധ്യത. ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ US ഫാർമ കമ്പനി എലി ലില്ലി. നിക്ഷേപിക്കുക $1 ബില്യൺ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 582 പോയിന്റ് ഉയർന്ന് 81,790-ലും നിഫ്റ്റി 183 പോയിന്റ് ഉയർന്ന് 25,077-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് ഇന്നത്തെ വിശദാംശങ്ങൾ? വിപണി പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെ വിപണിയിൽ നിലനിൽക്കുന്നു. നിഫ്റ്റി 50 പരിശോധിക്കുമ്പോഴും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുമ്പോഴും ഒരു നേട്ടം നിലനിർത്താൻ തന്നെ സാധിക്കുന്നു. ഇന്നത്തെ ഇപ്പോൾ ബ്രോഡർ മാർക്കറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു പോസിറ്റിവിറ്റീൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറുകളുടെ ഭാഗത്ത് നിന്നും മികച്ച ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പല കമ്പനികളുടെയും ബിസിനസ് അപ്ഡേറ്റും ഒക്കെ പുറത്തു വന്നിരിക്കുന്നുണ്ടായിരുന്നു, ബാങ്കിങ് കമ്പനികളുടെ അടക്കം. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിഫ്റ്റി ബാങ്ക് സൂചികയിലും നിഫ്റ്റി 50 സൂചികയിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലോസിംഗിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 0.74% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 25,077 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. അതായത് ആ പോസിറ്റീവ് ട്രെൻഡ് 25,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 0.93% ഒരു നേട്ടം, അതായത് 515 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 56,104 എന്ന് പറഞ്ഞ ഒരു മികച്ച ഒരു ക്ലോസിംഗ് തന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് വിപണിയിൽ നിഴലിച്ച് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഒരു സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ നിഫ്റ്റി IT-യുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. പ്രധാനപ്പെട്ട പല IT കമ്പനികളിലൊക്കെ തന്നെ ഈ വരുന്ന ക്വാർട്ടറിൽ ഒരു മികച്ച പ്രകടനം തന്നെയാണ്. അതായത് AI ലെഡ് ഗ്രോത്ത്, ഇനി അത് AI കാരണമുണ്ടാകുന്ന വളർച്ച, AIയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ IT സൂചികളൊക്കെ തന്നെ ഒരു മികച്ച ഒരു പ്രകടനം രേഖപ്പെടുത്തി. കൂടാതെ ബാങ്കിങ് സൂചികയും എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഫൈനാൻഷ്യൽ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഇന്നത്തെ വിപണിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു. TCS പരിശോധിക്കുമ്പോൾ 3% നേട്ടം, അപ്പോളോ ഹോസ്പിറ്റൽസ് 2.5% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ടെക് മഹീന്ദ്ര ഓഹരികൾ ഏകദേശം 2.78% ഒരു നേട്ടത്തിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നിർമ്മാണ സേവന മേഖലകൾ തളർച്ചയിൽ ആഗോള വിപണികളിൽ നിന്നുള്ള മത്സരം ഓർഡറുകളിലും ഉൽപ്പാദനത്തിലും നേരിട്ട ഇടിവ് എന്നിവയാണ് വെല്ലുവിളിയെന്ന് HSBC ഇന്ത്യ. ഓഗസ്റ്റിൽ മേഖലയിലെ വളർച്ച 15 വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലായിരുന്നു. HSBC PMI പ്രകാരം 62.9 നിലവാരത്തിൽ. സെപ്റ്റംബറിൽ പക്ഷേ ഇടിവ് നേരിട്ടു. സൂചിക 60.9 നിലവാരത്തിലേക്കെത്തി. 17 വർഷത്തെ ഉയർച്ചയിലായിരുന്നു നിർമ്മാണ മേഖലയും. ഓഗസ്റ്റിൽ 59.3 നിലവാരത്തിൽ. ഇത് സെപ്റ്റംബറിൽ 57.7 കുറഞ്ഞു. താരിഫിന് പിന്നാലെ വില സമ്മർദ്ദം, ദുർബലമായ ഡിമാൻഡ് എന്നിവയാണ് സേവന മേഖലയെ ബാധിച്ചത്. US-ന്റെ താരിഫ് നയമാണ് വിദേശ ഡിമാൻഡിലുണ്ടായ കുറവിനും കാരണമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇടിവുണ്ടായിരുന്നിട്ടും സൂചിക 60-ന് മുകളിൽ തുടർച്ചയായ 4ാം മാസമാണ് നിൽക്കുന്നത്. ഇത് ശക്തമായ ബിസിനസ് വികാസത്തെയും സ്ഥിരതയുള്ള ഡിമാൻഡിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ഘടകങ്ങൾ അനുകൂലമായതിനാൽ ഇന്ത്യൻ സേവനദാതാക്കൾക്ക് ഇതിന്റെ നേട്ടങ്ങൾ തുടർന്നും ലഭിക്കുമെന്നും ഡേറ്റ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചകളുടെ 14ാം റൗണ്ട് ആരംഭിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയോടെ കരാറുകളിൽ ധാരണയുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും 27 അംഗ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മയായുള്ള
ചർച്ച ബ്രസൽസിലാണ് നടക്കുന്നത്. ചർച്ചയിൽ 23 നയമേഖലകൾ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതിൽ ഗണ്യമായ തീരുവ കുറയ്ക്കലും നികുതി ഇളവുകളും ഉൾപ്പെടുന്നു. കരാറുടൻ അവസാനിക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓട്ടോമൊബൈൽ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കൂടുതൽ വിപണി പ്രവേശനമാണ് യൂറോപ്യൻ യൂണിയൻ തേടുന്നത്. സ്റ്റീൽ, അലുമിനിയം, സിമന്റ്, വളം എന്നിവയുടെ ഇറക്കുമതിക്ക് കാർബൺ നികുതിയിൽ ഇളവ് വരുത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഈ വിഷയങ്ങളിൽ തീരുമാനമുണ്ടായാൽ വ്യാപാര ചർച്ച അവസാനിക്കുകയും കരാറിൽ ധാരണയുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രാബല്യത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ഈ കാര്യം കഴിഞ്ഞ ദിവസം വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ പ്രധാന വളർച്ചാ മേഖല കയറ്റുമതിയെന്ന് ഗോൾഡ്മാൻ സാക്സ്. 100-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2014 സാമ്പത്തിക വർഷത്തിൽ 6.8 ബില്യൺ രൂപ ആയിരുന്നത് 2025 സാമ്പത്തിക വർഷത്തിൽ 236 ബില്യൺ രൂപയായി ഉയർന്നു. ഇത് 2027 സാമ്പത്തിക വർഷത്തോടെ 350 ബില്യൺ രൂപയായും ഉയർത്താനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. 100-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യൻ നിർമ്മിത സംവിധാനങ്ങളും ഘടകങ്ങളും ചെറു ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും മുതൽ നൂതനമായ ഉപസംവിധാനങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. മൊത്തത്തിലുള്ള ഉൽപ്പാദന മൂല്യത്തിൽ 35% ഓഹരി മാത്രമേ കൈവശം വെച്ചിട്ടുള്ളൂവെങ്കിലും മൊത്തം കയറ്റുമതിയുടെ 65% സ്വകാര്യ സ്ഥാപനങ്ങൾ സംഭാവന ചെയ്യുന്നു. ബ്രഹ്മോസ് മിസൈൽ, പിനാക പീരങ്കി സംവിധാനങ്ങൾ, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകളിൽ സൗഹൃദ രാജ്യങ്ങൾ ഇതിനകം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിലുടനീളം പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ റെഡിനെസ് 2030 പദ്ധതി ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വെടിമരുന്ന്, ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചുവരുന്ന ആഗോള ഡിമാൻഡ്, ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള സർക്കാർ നയപിന്തുണ, പ്രതിരോധ ഉൽപ്പാദന ആവാസ വ്യവസ്ഥയിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി മികവുറ്റ രീതിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, റഡാറുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾക്കായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ദോഹയിൽ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലെ പരിഗണനാ വിഷയങ്ങളിൽ ധാരണയ്ക്ക് സാധ്യത. ദ്വിദിന സന്ദർശനത്തിനായാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ദോഹയിലെത്തുന്നത്. US ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഖത്തർ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറിന് ശ്രമം നടത്തുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ ഖത്തറുമായി ഊർജ്ജ മേഖലയിൽ പതിറ്റാണ്ടുകളായുള്ള സഹകരണം മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ ഫൈസൽ അൽദാനിയുമായുള്ള കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിൽ പ്രധാനപ്പെട്ടത്. ദോഹയിൽ നടക്കുന്ന ഇന്ത്യ ഖത്തർ സംയുക്ത ബിസിനസ് കൗൺസിൽ യോഗത്തെ ഇരു മന്ത്രിമാരും അഭിസംബോധന ചെയ്യും. ഇരു രാഷ്ട്രങ്ങളിലെയും ബിസിനസ് സമൂഹവുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. മന്ത്രിക്കൊപ്പം നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും വ്യവസായ പ്രതിനിധികളും ദോഹയിലെത്തുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമായാൽ പരസ്പര താരിഫ് ഇളവ് നൽകിയാണ് വ്യാപാരം നടത്തുക. ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്ക് ഇത് നേട്ടമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ US ഫാർമ കമ്പനി എലി ലില്ലി നിക്ഷേപിക്കുക $1 ബില്യൺ. പുതിയ പ്ലാന്റ് വരുന്നത് ഹൈദരാബാദിൽ. പ്രാദേശിക മരുന്ന് നിർമ്മാതാക്കളുമായി സഹകരിച്ച് കമ്പനിയുടെ ഉൽപാദന വിതരണ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതിനായി ഇന്ത്യയിലെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി ഉപയോഗപ്പെടുത്തുക, ആഗോള ഉൽപാദന ശൃംഖലയുടെ വികാസം ശക്തിപ്പെടുത്തുക എന്നീ അജണ്ടകളും നിക്ഷേപത്തിന് പിന്നിലുണ്ടെന്ന് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി. പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ ചികിത്സയ്ക്കുള്ള പ്രധാന മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും അജണ്ടയിലുണ്ട്. കമ്പനിക്ക് നിലവിൽ രാജ്യത്ത് സ്വന്തമായി നിർമ്മാണ സൗകര്യമില്ല. പുതിയ പ്ലാന്റ് ഹൈദരാബാദിലാണ് സ്ഥാപിക്കുകയെന്നും എലി ലില്ലി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,070 രൂപയുമായി, പവന് 88,560 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 100 രൂപ കൂടി 9,100 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും ഉയർന്നിട്ടുണ്ട്. ഗ്രാമിന് 4 രൂപ കൂടി 160 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.